എനിക്കിതിന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയുന്നത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്ക് കൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. അറിയാലോ, ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. ഞാൻ ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത്. ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. ഓക്കെ, പ്രൊമോഷൻ കൊണ്ട് തന്നെ ആ വീഡിയോക്ക് നിൽക്കുന്നടക്കം. പിന്നെന്താ, എനിക്ക് വേറെ ജോബൊക്കെ കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുണ്ട്. ഇവ എന്നെ നാട്ടിലേക്ക് വിടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി വന്നപ്പോൾ വീട്ടിൽ കാണണം, കണ്ട് സംസാരിച്ചിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാം. ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിട്ട് കഴിച്ച് ഇവിടെയൊക്കെ ഭയങ്കര പെയിനാണ്. ഇതുണ്ട്, ഇതൊക്കെ കടിച്ച പാടാണ്. ഇതെന്നെ കടിച്ച് മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ്. ഇതൊക്കെ അടിക്കുമ്പോൾ വലുത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ. ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്.